ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും. ആദ്യം നമുക്ക് ഈ ഫലം അറിയുന്നതിന് മുമ്പ് ഫെബ്രുവരി മാസത്തിൽ മേടക്കുറുകാരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. മേടക്കുറുകാരെന്ന് പറയുമ്പോൾ, മേടലഗ്നക്കാരെന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ഇപ്പോൾ 10 ഉച്ചസ്ഥിതിയിലാണ്. ഫെബ്രുവരി 22 വരെ. 23 മുതൽ ആ ചൊവ്വ 11 രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ ഫെബ്രുവരി 13 10 നിന്നും 11 മാറുന്നു. ബുധനും ഫെബ്രുവരി 3 11 മാറുന്നു. ഗുരു 3 വക്രസ്ഥിതി തുടരുന്നു. ശുക്രൻ ഫെബ്രുവരി 6 10 നിന്നും 11 മാറുന്നു. ശനി 12 സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു 11 കേതു 5 സ്ഥിതി തുടരുന്നു. അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ പ്രത്യേകത നോക്കുമ്പോൾ ബുധൻ, ശുക്രൻ, സൂര്യൻ, അതുപോലെ ചൊവ്വ, ഈ ഗ്രഹങ്ങൾ 10 നിന്നും 11 മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിലെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കുറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് ആരോഗ്യസ്ഥിതി വളരെ ഫേവറബിളാകും. എങ്കിലും ചൊവ്വയ്ക്ക് ഒരു അഫ്ലിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ചിലർക്ക്, ഇപ്പോൾ BP റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് അതിൽ ചെറിയ ഒരു നിയന്ത്രണമൊക്കെ ആവശ്യമായ സമയമാണ്. അതുപോലെ ചിലർക്ക് ഈ ബോൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പെയിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. 12 ശനിയുടെ സ്ഥിതിയാണ്. ആ ശനി 2 ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ചിലർക്ക് ഈ പാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പെയിന്, ചെറിയ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ചിലർക്ക് നയന സംബന്ധമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ദന്തസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ 5 കേതു ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ക്രമേണ ഈ രാഹു, അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ, അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ബുധൻ, ശുക്രൻ, രവി, കുജൻ ഒക്കെ തന്നെ ഈ 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലർക്ക് ചിലപ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കിയേക്കാം. എങ്കിലും ആഹാരത്തിൽ നമ്മൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് തൊഴിൽപരമായിട്ട് എങ്ങനെ നോക്കാം. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ പൊതുവെ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. മാസാരംഭത്തിൽ സൂര്യനും അതുപോലെ ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ തന്നെ കർമ്മസ്ഥാനത്താണ്. അതിനുശേഷം അത് 11 മാറുന്നത്. അതുപോലെ തന്നെ 10ാം ഭാവാധിപനായിട്ടുള്ള ശനി 12 നിൽക്കുകയാണ്. അത് സ്വന്തം നക്ഷത്രത്തിൽ, പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രത്തിൽ തന്നെ ആ ശനി സഞ്ചരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ആദ്യ പകുതിയൊക്കെ തൊഴിലിൽ വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചിലർക്ക് പുതിയ പദവിക്കും അതുപോലെ തന്നെ പവറിനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. ചിലർക്ക് മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിലൊക്കെ ചിലപ്പോൾ അവരുടെ ചുമതലയൊക്കെ നിർവഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകാം. ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കുന്ന സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ അവിടുത്തെ തൊഴിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അപ്പോൾ പൊതുവെ തൊഴിലിലെ അസ്ഥിരതയൊക്കെ മാറും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക്, വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, അവർക്കൊക്കെ തന്നെ ഈ സമയം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയമാണ്. തൊഴിലിൽ ചിലർക്ക് ഇപ്പോൾ ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചിലപ്പോൾ സാധ്യമാകുന്ന സമയമാണ്. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്ത് വേണ്ടി വരും.
ഇപ്പം പൊതുവെ സൂര്യനും അതുപോലെ രാഹുവും കുജനും ഒക്കെ ഒരു ബന്ധം വരുന്ന സമയമായതുകൊണ്ട്, യോഗം വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് തൊഴിലിടത്ത് ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ചിലർക്ക് ചിലപ്പോൾ തൊഴിൽ മാറണമെന്നുള്ളൊരു ചിന്തയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. മാത്രമല്ല തിടുക്കത്തിൽ നമ്മൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാതിരിക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 10 രാഹുവൊക്കെ ഉണ്ട്. തൊഴിൽപരമായിട്ട് നല്ലതാണെങ്കിൽ തന്നെയും നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതേസമയം സ്ഥായി ആയിട്ടുള്ള പ്രയത്നമൊക്കെ നടത്തി പോകുന്നവർക്ക് വളരെ വലിയ നേട്ടം തൊഴിലിൽ പ്രതീക്ഷിക്കാവുന്ന മാസമായിട്ട് ഫെബ്രുവരി മാസത്തെ കാണാം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ, അതുപോലെ ശുക്രൻ, ഇവയൊക്കെ തന്നെ മാസാരംഭത്തിൽ 10-ലാണ്. ക്രമേണ 11-ലേക്ക് രാശി മാറുന്നുണ്ട്. അതുപോലെ 7-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് ഈ ബിസിനസ് വിപുലീകരണത്തിനുള്ള ചിന്തകളൊക്കെ ഈ സമയത്തുണ്ടാകും. അതേസമയം രാഹുവും ബുധനും ശുക്രനും ഒക്കെ യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് 11-ലൊക്കെയാണ് യോഗം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കെയറൊക്കെ വേണം. പ്രത്യേകിച്ച് രാഹുവായിട്ടുള്ളൊരു ബന്ധം വരുമ്പോൾ നമുക്ക് തിടുക്കത്തിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം. വിദേശ വിപണനമൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 10ഉം 11ഉം രാശികളിൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ ഈ ഫെബ്രുവരി 3 ആകുമ്പോൾ തന്നെ ആ ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. 5-ലൊക്കെ കേതു ഉണ്ട്. എങ്കിലും ഫെബ്രുവരി 3 മുതൽ ആ ബുധനൊക്കെ 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, ആ സൂര്യനും ഫെബ്രുവരി 13 മുതൽ 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും ഈ അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ചെറിയ ടെൻഷൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലരെല്ലാം ഈ പഠനത്തിലൊരു പ്രയോറിറ്റി കൊടുക്കാതെ നമുക്ക് അത് പിന്നീട് പഠിക്കാം എന്നുള്ള രീതിയിലൊക്കെ മാറ്റിവെക്കുന്ന ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് മാറ്റിവെക്കണം. പകരം നമ്മൾ ആ പഠനത്തിലൊക്കെ ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമാണ്. 5-ലൊക്കെ കേതുണ്ട്. അപ്പം നമ്മൾ ആരംഭത്തിൽ ഒരു പഠനത്തിലൊക്കെ ഒരു ആലസ്യമൊക്കെ കാണിക്കുമെങ്കിലും ക്രമേണ പഠനത്തിൽ ഫോക്കസ് കൂടും. പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. അതുപോലെ ഉന്നത പഠനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ ഈ സമയത്ത് ഉണ്ടാകും. അതിനുള്ള പരിശ്രമങ്ങളുണ്ടാകും. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടാകും. വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പരീക്ഷകളിലൊക്കെ തന്നെ നമുക്ക് നല്ല പെർഫോമൻസ്, മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ശുക്രൻ, അതായത് 2-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി 6 മുതൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. 2-ാം ഭാവാധിപൻ 11-ലേക്ക് വരുന്നു. 11-ലാണെങ്കിൽ രാഹു ഉള്ള സമയമാണ്. അതുപോലെ തന്നെ സൂര്യനും ബുധനും ചൊവ്വയും ഒക്കെ തന്നെ 11-ലേക്ക് ഈ ഫെബ്രുവരി പകുതിയോടുകൂടി വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി 12-ലാണ് എങ്കിലും അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു പ്രത്യേകിച്ച് ഇപ്പോൾ 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ സമയവും കൂടിയാണ്. അപ്പം ശനി 11-ാം ഭാവാധിപൻ 12-ലാണെങ്കിൽ തന്നെയും 2-ൽ പ്രത്യേകിച്ച് ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് ധനം കിട്ടാവുന്ന സമയമാണ്. അത് തൊഴിൽ വഴിയാകാം, ബിസിനസ് വഴിയാകാം, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തെ എന്തെങ്കിലും സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് ധനാഗമം പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടിയാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൺഎക്സ്പെക്റ്റായിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെ ധനാഗമം ഉണ്ടാകും. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനുള്ള ഒരു സാധ്യതയും കൂടെ ഈ ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങൾ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണാനുഭവമൊക്കെ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 12 നിൽക്കുന്ന സമയമായതുകൊണ്ട് ധനച്ചെലവൊക്കെ കൂടാം. എങ്കിലും ആ ചെലവുകൾ പ്രത്യേകിച്ച് നമ്മുടെ ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് നേട്ടം കിട്ടുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളിൽ ചിലപ്പം പണം മുടക്കുക വഴി ഉണ്ടാകാവുന്ന ചെലവുകളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി 6 മുതൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നുണ്ട്. വിവാഹ ആലോചനകൾ വരാം. ഇപ്പോൾ രാഹു, ശുക്രൻ, സൂര്യൻ ഇവയുടെയൊക്കെ ഒരു യോഗമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ വിവാഹ വിഷയങ്ങളിൽ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ അല്പം ശ്രദ്ധയൊക്കെ നമുക്ക് വേണം. എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കരുത്. സഡൻ ഡിസിഷൻ കഴിവതും ഒഴിവാക്കണം. ഇപ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കെയർ വേണം. ഒരു പ്രത്യേകിച്ച് 5-ലൊക്കെ കേതു നിൽക്കുന്ന സമയമാണ്, ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ സമയം എന്ന് പറയാം. അപ്പം എങ്കിൽ തന്നെയും നമുക്ക് 5-ലൊക്കെ ക്രമേണ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 5-ല് കുജൻ്റെ ദൃഷ്ടിയുള്ള സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഒരു അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഈ പ്രണയബന്ധത്തിലൊക്കെ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകും. ഒരു സെപ്പറേഷൻ ടെൻഡൻസിയൊക്കെ ചിലപ്പോൾ ഈ കമിതാക്കൾക്കിടയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രണയബന്ധത്തിൽ ഒരു തൃപ്തിക്കുറവിന് അത് വഴിതെളിക്കും. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ പൊതുവെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ സൂര്യനുമായിട്ട് ബന്ധം വരുന്നു. ശുക്രനും സൂര്യനും രാഹുവുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ വരുന്നത് അത് ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പം ഉണ്ടാക്കിയേക്കാം. അപ്പം അവിടെ നമുക്ക് ഒരു കെയർ വേണം. അതുപോലെ തന്നെ ഈ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുകയാണ്, 7-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾക്കൊക്കെ ആ ഗുരുവിൻ്റെ 7-ലെ ദൃഷ്ടി സഹായമാകും. ചിലർക്ക് എതിർലിംഗക്കാരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലൊക്കെ കെയർ വേണം. കാരണം ശുക്രൻ 11-ലേക്ക് ഫെബ്രുവരി 6 വരുന്നുണ്ട്, നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഒരു എതിർലിംഗക്കാരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കുടുംബതലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബജീവിതമൊക്കെ പൊതുവെ കുടുംബത്തിലൊക്കെ വരുമാനം കൂടുന്നതിനും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പണം ചെലവ് ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അതേസമയം അഗ്രസീവ് എനർജി പ്രത്യേകിച്ച് കൂടുന്ന സമയമായതുകൊണ്ട് നമ്മൾ സംസാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബ അംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പൊതുവേ നമുക്ക് നമ്മുടെ വർക്ക് ലൈഫും നമ്മുടെ ഫാമിലി ലൈഫും ഒക്കെ തന്നെ ബാലൻസ് ചെയ്ത് പോകുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ലൈഫ്, ഇപ്പോൾ വർക്കിലുണ്ടാകുന്ന അവസ്ഥകൾ, അതുപോലെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ കുറയും. ആദ്യ പകുതിയൊക്കെ കഴിയുമ്പോൾ കുടുംബത്തിലെ അന്തരീക്ഷമൊക്കെ പൊതുവെ ഫേവറബിളാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൂട്ടുന്നത്, അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും അതുപോലെ അതൊക്കെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാണെന്നറിയുക. അതുപോലെ ഈ ഫെബ്രുവരി 5, 6, 10, 11, 12, 20, 21 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസമായി കാണുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. ഈ പൊതുഫലത്തിൽ വലിയ മാറ്റങ്ങൾ ചിലപ്പം വരാം. അതൊക്കെ നമുക്ക്
ഇപ്പോൾ ഈ കൂറുകാർക്ക് നടക്കുന്ന, ഈ ലഗ്നക്കാർക്ക് നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, അതൊക്കെ അതെല്ലാം തന്നെ ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ പൊതുവേ നമ്മുടെ ഈ കൂറുകാരുടെ ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ ഈ ദശ, അപകാരം, ഛിദ്രം എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പൊതുവെ ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇപ്പോൾ അവർക്ക് ഏത് ദശ നടക്കുന്നു. അതുപോലെ തന്നെ ഈ മേടക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരാം. അപ്പോൾ ഈ മേടലഗ്നമല്ലാത്ത മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കണം. കാരണം ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ ലഗ്നം വന്നിരിക്കുന്നത് അതോ അനിഷ്ടസ്ഥാനത്താണോ ലഗ്നം വന്നിരിക്കുന്നത്, ഇവയൊക്കെ നമുക്ക് ഈ പൊതുഫലത്തെ സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പം പൊതുവെ നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ഈ ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർ അവർ ലഗ്നക്കാരല്ല എങ്കിൽ അവർക്ക് ഏത് ലഗ്നമാണ് വന്നതെന്ന് നോക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.